നമസ്കാരം. ആനയെ ഒതുക്കാൻ നരിയെ ഇറക്കി, നരിയെ ഒതുക്കാൻ കുറുനരിയെ ഇറക്കി. ഇങ്ങനെ ഒരു ചൊല്ല് മലയാളത്തിൽ കേട്ട് പരിചയമുണ്ട്. പഴമക്കാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണിത്. അതായത് പൊതുവായ 2 ശല്യങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ 2 വലിയ വിഷയങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മറ്റൊരു ആളെ കണ്ടെത്തി അത് പരിഹരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അത്തരം ചില വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചില സൂത്രശാലികളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ പഴമൊഴിയുടെ അർത്ഥം. പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മിനും ഏറ്റവും കൂടുതൽ തലവേദനയായ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശബരിമല തന്ത്രിയുടെ അറസ്റ്റോടുകൂടി വലിയൊരു വഴിത്തിരിവുണ്ടാക്കുവാൻ പിണറായി വിജയന് സാധിച്ചു എന്നുള്ളതാണ്. ഫലത്തിൽ ഈ വിഷയത്തിൽ പിണറായി വിജയന് പങ്കൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഭരണ നേതൃത്വത്തിനോ ഭരണ സ്വാധീനത്തിനോ ഇതിൽ കാര്യമായ പങ്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സിപിഎം 8 നിലയിൽ പൊട്ടുവാനുണ്ടായ കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങളിൽ ഉണ്ടാക്കിയ വികാരം തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു പിണറായി വിജയനും സിപിഎമ്മും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2018-19 കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT എത്തും എന്നുള്ള ഒരു ധാരണ പരക്കുന്നതിനിടയിൽ തന്നെയാണ് അതിനാടകീയമായി ശബരിമലയിലെ തന്ത്രിയായ കണ്ഠരര് രാജീവരെ SIT അറസ്റ്റ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം റിമാൻഡിൽ കഴിയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തലവേദനയാകും എന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ തന്നെ മാധ്യമങ്ങളിൽ നിന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള ഇല്ലാതാക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സ്ത്രീപീഡന കേസ് വീണ്ടും വന്നു. 2 സ്ത്രീപീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിൽ കഴിയുമ്പോഴാണ് മറ്റൊരു പീഡനക്കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത്. അതായത് മൂന്നാമതൊരു സ്ത്രീ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി, ആ ഗർഭഛിദ്രം നടത്തി. താൻ ആ ഗർഭഛിദ്രം നടത്തിയതിൻ്റെ ഭ്രൂണം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി തൻ്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി പണം വാങ്ങിച്ചിട്ടുണ്ട്. പലപ്പോഴായി തന്നെ കൊണ്ട് പല സാധന സാമഗ്രികളും വാങ്ങിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ അഡ്രസ്സിലേക്ക് പാർസൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പരാതിയാണ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞ കാര്യം പ്രത്യേകം പ്രസ്താവ്യമായി മാറുന്നത്. ആനയെ ഒതുക്കുന്നതിന് വേണ്ടി നരിയെ ഇറക്കി, നരിയെ ഒതുക്കുന്നതിന് വേണ്ടി കുറുനരിയെ ഒതുക്കി എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം സിപിഎം എന്ന കരിമ്പിൻ തോട്ടത്തിലേക്ക് ഓടിക്കയറിയ ആന തന്നെയായിരുന്നു. കണ്ടത് മുഴുവൻ തച്ച് തകർത്തുകൊണ്ട് ആ സ്വർണ്ണക്കൊള്ള വിവാദം എന്ന ആന മുന്നോട്ട് പോകുമ്പോൾ ആ ആന ഒതുക്കുന്നതിന് വേണ്ടി നരിയെ ഇറക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് പിന്നീട് പിണറായി വിജയന്റെ മുന്നിൽ അവശേഷിച്ചിരുന്നത്. തീർച്ചയായും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മും ജനശ്രദ്ധയിൽ നിന്നും മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കണക്കുകൂട്ടിയെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ജനവികാരം തങ്ങൾക്കെതിരാകും എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കോടതിയിലും നിലനിൽക്കാത്ത രീതിയിലുള്ള ഇത്തരം ഒരു കേസുമായി മുന്നോട്ട് പോയിരിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് സുപ്രീം കോടതിയിൽ വന്ന വിധി അനുസരിച്ച് പരസ്പര ഉഭയസമ്മതപ്രകാരമുള്ള, അതായത് വിവാഹ വാഗ്ദാനം നൽകിയതിന് ശേഷം അല്ലെങ്കിൽ വിവാഹ വാഗ്ദാന ഉടമ്പടിയിൽ 2 കൂട്ടരും എത്തിയതിനു ശേഷം പരസ്പര ഉഭയ സമ്മതപ്രകാരം നടക്കുന്ന ലൈംഗിക വീഴ്ചകൾ ഒരു കാരണവശാലും ബലാത്സംഗമാകില്ല എന്ന തരത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി പ്രസ്താവ്യം ഉണ്ടാവുകയുണ്ടായി. ഒരു ലണ്ടൻ നിവാസിയുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു വിധി വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏത് കോടതികൾക്കും ഈ വിധി മാതൃകയായി സ്വീകരിക്കാൻ സാധിക്കും എന്ന് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് വിവാഹിതയായ ഒരു സ്ത്രീ പറയുമ്പോൾ തീർച്ചയായും ആ കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ട് കേസുകൾ ഇങ്ങനെ വരുന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു, അതുപോലെ തന്നെ തൻ്റെ കയ്യിൽ നിന്നും അനധികൃതമായി അല്ലെങ്കിൽ തന്നെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തന്നെ സമ്മർദ്ദത്തിലാക്കി തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനം കൂടി തെറിപ്പിക്കുക എന്ന് തന്നെയാണ് പിണറായി വിജയൻ ഇതിലൂടെ ഉദ്ദേശിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമവൃത്തങ്ങൾ ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അധാർമികമായ പെരുമാറ്റ രീതി, നിയമസഭാംഗമെന്ന രീതിയിൽ ആ പദവി ഉപയോഗിച്ചുകൊണ്ട് അഴിമതി, ധനസഹായം,
തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ MLA സ്ഥാനം തെറിക്കും, അല്ലെങ്കിൽ MLA സ്ഥാനത്ത് നിന്ന് ആ ആളെ പുറത്താക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു പ്രത്യേക നിയമം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ആസൂത്രിതമായി ഇങ്ങനെ ഒരു വകുപ്പ് കൂടി കണ്ടെത്തി ആ യുവതിയുടെ കയ്യിൽ നിന്നും തെളിവ് സഹിതം എടുത്തിട്ടാണ് രായ്ക്ക് രായ്മാനം രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോലീസുകാർ ഇരച്ചു കയറി രാഹുൽ മാങ്കൂട്ടത്തിന് സംസാരിക്കാൻ പോലും ഇട നൽകാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യം. എന്തായാലും ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതിക്കൂട്ടി തന്നെ, അതായത് 2026 CPM വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പാടില്ല, ആ അറസ്റ്റിന്റെ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജനശ്രദ്ധയിൽ നിന്നും മാധ്യമ ശ്രദ്ധയിൽ നിന്നും ശബരിമല സ്വർണ്ണക്കൊള്ള പാടെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന കേസ് ഉയർത്തിക്കൊണ്ടുവരികയും മറ്റൊരു കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി നിർബന്ധപൂർവം എഴുതി തന്നെ വാങ്ങിപ്പിക്കുകയും ഓൺലൈനിൽ മേടിപ്പിക്കുകയും അങ്ങനെ പോലീസ് രായ്ക്ക് രായ്മാനം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കപട തന്ത്രം തന്നെയാണ്, അല്ലെങ്കിൽ ശൃഗാല തന്ത്രം തന്നെയാണ് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ആടിയുലഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം തന്ത്രപൂർവമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 2018-19 കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT സംഘം എത്തുന്നതിന് മുമ്പ് തന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും കാരണവശാൽ മന്ത്രിയിലേക്ക് അറസ്റ്റ് ചെല്ലുകയാണെങ്കിൽ അതിനെ സാധൂകരിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ നിഷ്പക്ഷമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. SIT മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നിഷ്പക്ഷമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരിക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രതിച്ഛായ ഉളവാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് നാടകം നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് തീർച്ചയായും അത് വളരെ ആസൂത്രിതമായ ശ്രമത്തിന്റെ ഒടുവിൽ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും സ്വർണ്ണക്കട്ടള പാളികളും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും ഇളക്കിക്കൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി അനുജ്ഞ കൊടുത്തത് തന്ത്രിയാണ് എന്ന് പറയുമ്പോൾ, ഈ കേസിൽ ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ അറസ്റ്റിലായപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിലെ ഉന്നതരിൽ നിന്ന് രേഖാമൂലം ലഭിച്ച ഒരു നോട്ടീസിന്മേൽ താൻ നിയമപരമായി, അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റ് എന്ന രീതിയിൽ താൻ ഒരു തീരുമാനം കൈക്കൊള്ളുക മാത്രമായിരുന്നു എന്ന് പറയുമ്പോൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനാണ് അപേക്ഷ നൽകിയിരുന്നത്. ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പ് വഹിക്കുന്നതിന് തനിക്ക് താല്പര്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ദേവസ്വം വകുപ്പിന് ഒരു കത്തെഴുതി, ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്പോൺസർഷിപ്പ് അനുവദിച്ചു കൊടുക്കുവാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ദേവസ്വം വകുപ്പിൽ നിന്നൊരു കത്ത് വരില്ല. അതായത് കടകംപള്ളി സുരേന്ദ്രൻ കാണാതെ ഇങ്ങനെ ഒരു കത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കിട്ടില്ല. ദേവസ്വം വകുപ്പിൽ നിന്ന് കിട്ടിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ സ്വർണം പൂശുന്നതിന് വേണ്ടി ദ്വാരപാലക ശില്പങ്ങളിലെയും ഉമ്മറ കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളിയുമെല്ലാം ഇളക്കി കൊടുക്കുന്നതിന് അനുമതി നൽകിയതെന്ന് അറസ്റ്റിലായ പത്മകുമാർ പറയുമ്പോൾ, അനുമതി കൊടുത്ത ദേവസ്വം വകുപ്പ് മന്ത്രിയെ അറസ്റ്റ് ചെയ്യാതെ താന്ത്രികപരമായ അവകാശങ്ങളും അധികാരങ്ങളും മാത്രമുള്ള തന്ത്രി അനുജ്ഞ നൽകി, അതായത് ദേവന്റെ തിരുവാഭരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതിന് കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേവന്റെ സന്നിധിയിലുള്ള സ്വർണ്ണ നിർമ്മിതികളിൽ ഏതെങ്കിലും തരത്തിൽ കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിർമ്മാണ പ്രക്രിയകൾ നടത്തുന്നതിന് ആവശ്യമായ അനുജ്ഞയാണ് തന്ത്രി കൊടുത്തത്. അതായത് ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുന്നു, ആ തീരുമാനത്തിന് മേൽ ഏതെങ്കിലും തരത്തിൽ തന്ത്രിയുടെ കൂടി അഭിപ്രായം അറിയേണ്ടതുണ്ട്. അങ്ങനെ തന്ത്രിയെ ധരിപ്പിച്ചതിന്റെ പ്രകാരം തന്ത്രി അനുജ്ഞ കൊടുത്തു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ SIT കേസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദേവസ്വം വകുപ്പിൽ നിന്നും കിട്ടിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കി കൊടുത്തത് എന്ന് പത്മകുമാർ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയപ്പോൾ, എന്തുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയിലേക്ക് SIT എത്താത്തത് എന്നുള്ള ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ അതിനാടകീയമായി, വൈകാരികമായി പിണറായി വിജയൻ സൃഷ്ടിച്ച ഒരു നാടകം തന്നെയാണ് ശബരിമല തന്ത്രിയുടെ അറസ്റ്റും. ഈ ശബരിമല തന്ത്രിയുടെ അറസ്റ്റിന് ഏതെങ്കിലും തരത്തിൽ സർക്കാരിനോ അല്ല എന്നുണ്ടെങ്കിൽ CPM വെട്ടിലാക്കുന്ന തരത്തിലൊരു പ്രക്ഷേപമോ അല്ല ഏതെങ്കിലും ജനവികാരമോ ഉയരുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സ്വർണ്ണക്കൊള്ള ഒരു കാരണവശാലും മാധ്യമങ്ങളിലോ ജനങ്ങളുടെ ഉള്ളിലോ നിറഞ്ഞു നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്.
മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ സരിത എന്ന് പറഞ്ഞൊരു യുവതിയെ ഇറക്കിക്കൊണ്ട് ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി എന്ന് ദിവാകരൻ തന്നെ, അതായത് CPIയുടെ മന്ത്രി CB ദിവാകരൻ തന്നെയാണ് തൻ്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഒരു യുവതിയെയും ഒരു ജഡ്ജിയെയും ഉപയോഗിച്ചുകൊണ്ട് 10-15 കോടി രൂപ മുടക്കി കണകുണ റിപ്പോർട്ട് എഴുതി വെച്ചു എന്നാണ് അന്ന് ദിവാകരൻ കനൽ വഴികൾ എന്ന തൻ്റെ ബുക്കിൽ എഴുതി വെച്ചത്. ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായിരുന്ന ദിവാകരൻ തന്നെയാണ് ഇത് പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിലേക്ക് വരെ കാരണമായി, ഉമ്മൻചാണ്ടിയെ മാനസികമായി തകർത്തത് വരെ പിണറായി വിജയൻ സോളാർ സരിതയെ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത ലൈംഗിക പീഡന കേസ് തന്നെയാണ് എന്നുള്ളതാണ് ജനം പറയുന്നത്. അതായത് ഉമ്മൻചാണ്ടിയെ കൊന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്ന തരത്തിൽ തന്നെയാണ് പിന്നീട് ആ വിഷയം സംസാരിക്കപ്പെട്ടത്, ചർച്ച ചെയ്യപ്പെട്ടത്. എന്നാൽ CBI അന്വേഷണത്തിലൊടുവിൽ പോലും ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു തരത്തിലും കുറ്റം വിധിക്കാൻ സാധിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് മുമ്പ് തന്നെ ജനങ്ങളുടെ മുന്നിൽ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല എന്ന് CBIയുടെ ആ ഒരു ഉത്തരവ് കണ്ടുകൊണ്ട് തന്നെ മരിക്കാനുള്ള ഭാഗ്യം ഉമ്മൻചാണ്ടിക്കുണ്ടായി എന്നുള്ളതാണ് ആ കേസിൽ എടുത്തു പറയുന്ന ഏക ആശ്വാസം. എന്തായാലും അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അതേ കരുനീക്കം തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് എന്നാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന വൃത്താന്തം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കൊണ്ടൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനും അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്ന് ജനങ്ങൾ അടിവരയിട്ട് പറയുന്നു. ഈ വിഷയത്തിൽ ഇനി എന്താണ് നടക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക.